കോൺഗ്രസിനകത്ത് ശശി തരൂർ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് രാജ്മോഹൻ ഉണ്ണിത്താനും കെ മുരളീധരനുമാണ് ഏറ്റവും അധികം തരൂരിനെതിരെയുള്ള ഡയലോഗുകളൊക്കെ അടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ തരൂർ തിരിച്ചടിച്ചു തുടങ്ങിയിട്ടുണ്ട്. തരൂർ എന്താ പറഞ്ഞത്? ശരിക്കും ഇവർക്ക് കൊള്ളുന്നതാണോ പറഞ്ഞത്? അങ്ങനെ ഒരു പ്രത്യക്ഷ ആക്രമണം എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഒരു തിരിച്ചടി എന്ന് തന്നെ പറയാൻ പറ്റും. അത് ഇവരുടെ സ്വഭാവശുദ്ധിയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ടൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അല്ല, ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദിനം പ്രതി തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് ഈ കോൺഗ്രസ് എന്നുള്ളത്. അതെ, തീർച്ചയായിട്ടും. ചുരുക്കം ചില സംസ്ഥാനങ്ങളിൽ മാത്രമേ ഇപ്പൊ കോൺഗ്രസിന് ഭരണമുള്ളൂ. കേരളത്തിൽ തന്നെ ഓരോ നേതാവും ഓരോ ഗ്രൂപ്പുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അത് ഓരോ ദിവസം കഴിയും തോറും ഈ പിളരും തോറും വളരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ്. വളരും തോറും പിളരും, പിളരും തോറും വളരും എന്നൊക്കെ. അപ്പൊ കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ, അത് തെരഞ്ഞെടുപ്പ് വന്നു കഴിയുമ്പോൾ ആ സമയം തന്നെ സീറ്റിന് വേണ്ടി നേതാക്കൾ അടിപിടി കൂടും. ഒരു നേതാവിന് പോലും കോൺഗ്രസിൽ ഒരു വിലയില്ലാത്ത കൊണ്ടാണ് കേരളത്തിലും അതോടൊപ്പം തന്നെ ദേശീയ തലത്തിലും നേതാക്കൾ BJP-യിലേക്ക് കോൺഗ്രസിൽ നിന്ന് പോകുന്നത് നമ്മൾ കാണുന്നത്. അപ്പം ഇതില് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇപ്പൊ തന്നെ കോൺഗ്രസിന്റെ എന്താ പറയാ മുൻനിര നേതാക്കൾ പറയുന്നത്, അത് നമ്മൾ ഭരണം പിടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തീരുമാനിക്കും, നമ്മൾ ഇലക്ഷൻ കഴിഞ്ഞ് നമ്മൾ വിജയിച്ചതിന് ശേഷം തീരുമാനിക്കും. കാരണം ഇവർക്ക് പറയാൻ ഒരു നേതാവില്ല, അന്ന് അടിയുണ്ടാക്കി തീരുമാനിക്കും എന്നാണ് ഇവർ പറയുന്നതിന്റെ സാരം. ഇവരുടെ തൊമ്മന മക്കളിൽ പറയുന്ന പോലെ തല്ലി ജയിക്കുന്നവൻ മുഖ്യമന്ത്രിയാണ്. അതെ. അപ്പൊ അന്ന് ആരുടെ കയ്യിലാണോ ഏറ്റവും കൂടുതൽ പാരകൾ ഇരിക്കുന്നത് അവനെ മുഖ്യമന്ത്രിയാക്കും. കാരണം അവനെ പുറത്തു നിർത്താൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അവൻ എല്ലാവരുടെ കയ്യിൽ ആർക്കൊക്കെ എതിരെ എന്തെല്ലാം തെളിവുകൾ ഇരിക്കുന്നവനാണോ അവൻ മുഖ്യമന്ത്രിയാവും എന്നുള്ളൊരു ഇതാണ് ഇപ്പൊ നമ്മൾ പ്രതീതിയാണ് നമ്മളിപ്പോ കോൺഗ്രസിൽ കാണുന്നത്. ഹൈക്കമാൻഡ് എന്ന പേരിൽ ഞെളിഞ്ഞിരിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് ഇതൊന്നും അറിഞ്ഞുകൂടാതെന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. കാരണം ഇത് കണ്ടഭാവം അതോ ഇനി കണ്ടഭാവം നടിക്കാത്തതാണോ എന്നും സംശയമുണ്ട്. കാരണം രാഹുലിന് എപ്പോഴും വിദേശത്ത് ടൂർ പോകണം, പിന്നെ പബ്ബിൽ കയറി ഉല്ലസിക്കണം, ഇതൊക്കെയാണ് രാഹുലിന്റെ ഒരു ഇഷ്ടം എന്ന് പറയുന്നത്. അതായത് പിന്നെ തിരിച്ചു വന്നിട്ട് റാഫേൽ എവിടെയെന്ന് ചോദിക്കുക, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഒരു വിനോദം. കേരളത്തിൽ പോലും കോൺഗ്രസ് നേതാക്കൾ തമ്മിൽ തല്ല് തുടരുകയാണ്. കെ മുരളീധരന്റെ രാഷ്ട്രീയ ജീവിതവും അതോടൊപ്പം തന്നെ ഭാവിയൊക്കെ തകർക്കാൻ കോൺഗ്രസ് നല്ല രീതിയിൽ ശ്രമം നടത്തിയിട്ടുണ്ടെന്ന് അറിയാനായിരിക്കും. പക്ഷെ അത് മുരളീധരൻ അറിഞ്ഞുകൂടാ എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അത് മുരളീധരൻ അത് മനസ്സിലാക്കാത്തതാണോ, അതോ ഇനി നേരത്തെ രാഹുലിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ അത് കണ്ണടച്ചിരുട്ടാക്കുന്നതാണോ എന്നറിയില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയം കെ മുരളീധരനെ തോൽപ്പിക്കണമെന്ന് കോൺഗ്രസിലെ ചില നേതാക്കൾക്കൊരു തീരുമാനം, ഒരു ആവശ്യം ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ടാണ് BJP സുരേഷ് ഗോപി തൃശ്ശൂരിലേക്ക് ഇറക്കിയപ്പോൾ തന്നെ കെ മുരളീധരനെ നേരെ അവിടെ കൊണ്ടുപോയി തൃശ്ശൂരിൽ കൊണ്ടുപോയി മത്സരിപ്പിച്ചത്. കോൺഗ്രസ് ശശി തരൂരിനോട് എന്ത് കാണിക്കുന്നു എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് തരൂർ പാർട്ടിയുമായിട്ട് ഇപ്പോൾ അകന്നു നിൽക്കുന്നത്. കാരണം തുടക്കം മുതൽ തന്നെ തരൂരിന് വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നു, വാഗ്ദാനങ്ങളുടെ പെരുമഴയായിരുന്നു. നമുക്കറിയാം, തരൂർ എന്ന് പറയുന്നത് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ നിന്ന് കേന്ദ്ര രാഷ്ട്രീയത്തിലേക്കും പിന്നെ അവിടുന്ന് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്കും, അത് നേരെ തിരിച്ചാണ് സാധാരണ സംഭവിക്കുന്നത്. ഇതങ്ങനെയല്ല, അത് നേരെ കീഴ്പോട്ടാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം അത്രയും നമ്മൾ വിശ്വപൗരൻ എന്നൊക്കെ പറയുമ്പോൾ അത്തരത്തിൽ ഒരു യോഗ്യതയുള്ള ഒരു നേതാവിനെ കോൺഗ്രസ് വേണ്ടും വിധം ഉപയോഗിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ പരിഗണിച്ചിട്ടുണ്ടോ എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ്. ആ പദവി തരാം, ഈ പദവി തരാം എന്നൊക്കെ കോൺഗ്രസ് തരൂരിനോട് പറയുമെങ്കിലും അവസാനം ഒന്നും തരൂരിന് കിട്ടാതെ വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ വെറും ഒരു MP സ്ഥാനം അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് നേതാവ് എന്നൊരു പദവിയിലേക്ക് ഇരിക്കുന്നത് ആ ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹത്തിനെ കൊണ്ടെത്തിച്ചു ഇവരെല്ലാം കൂടെ എന്ന് വേണം നമ്മൾ മനസ്സിലാക്കുക. പ്രത്യേകിച്ച് വലിയൊരു പദവിയൊന്നും തന്നെ കോൺഗ്രസിന് തരൂരിന് കൊടുക്കാതെ വന്നോടെയാണ് തരൂരിനെ തിരുവനന്തപുരം MP എന്നൊരു ഒരു ആസ്ഥാന പദവി അങ്ങ് കൊടുക്കുന്നതും തരൂർ അത് ഈ 3-4 ടേംസ് അത് കൃത്യമായി റീറ്റെയിൻ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഈ നമ്മൾ എപ്പോഴും പറയാം, അതായത് ശശി തരൂരിനെ പോലെ ഒരു നേതാവിന്റെ ഭരണ നേട്ടമായിട്ട് പറയുന്നത് തിരുവനന്തപുരത്ത് വന്നിട്ടുള്ള ഹൈമാക്സ് ലാമ്പുകളാണ്. അങ്ങനെ ഒരു നേതാവ്, അതെ, അങ്ങനെ ഒരു സ്റ്റാച്യൂറിലുള്ള ഒരു നേതാവിന് പറയാൻ കൊള്ളാവുന്ന ഒരു യോഗ്യതയുള്ള ഒരു ഭരണ നേട്ടമായിട്ട് അതിനെ പറയാൻ പറ്റുമോ? ഹൈമാക്സ് ലാമ്പ് അല്ല, അത് അദ്ദേഹത്തിന്റെ കുറവാണെന്നല്ല ഞാൻ പറയുന്നത്. ഈ ഒരു പാർട്ടി അദ്ദേഹത്തിനെ ലിമിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിന്റെ ഒരു ഭവിഷ്യത്തായിട്ടാണ് നമ്മൾ അതിനെ കാണേണ്ടത്. നിലവിൽ ശശി തരൂർ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകണം എന്ന വിധത്തിൽ കെ മുരളീധരനും രാജ്മോഹൻ ഉണ്ണിത്താനും ഒരു പരാമർശം നടത്തിയിരുന്നു. അതിനൊരു മറുപടി എന്നോണമാണ് തരൂർ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. തനിക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന കോൺഗ്രസ് നേതാക്കൾക്കെതിരെയാണ് തരൂർ രംഗത്ത് വന്നത്. തരൂർ തങ്ങൾക്കൊപ്പം ഇല്ലെങ്കിലും കോൺഗ്രസിനൊരു പ്രശ്നമില്ല എന്നും തരൂർ രാജിവെച്ച് പോയാലും പാർട്ടിക്കൊരു കുഴപ്പമില്ല എന്നും പ്രസ്താവന തരൂരിനെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഇക്കാര്യം പറയുന്നവർക്ക് അതിനുള്ള അടിസ്ഥാനം ഉണ്ടായിരിക്കണമെന്നും ആരാണ് ഇതൊക്കെ പറയുന്നതെന്നും പാർട്ടിയുടെ സ്ഥാനം എന്താണെന്നും പാർട്ടിയുടെ ഈ ഒരു വിഷയത്തിൽ പാർട്ടിയുടെ നിലപാട് എന്താണെന്നും തനിക്ക് അറിയാൻ താല്പര്യമുണ്ട് എന്നാണ് തരൂരിന്റെ പ്രതികരണം. മറ്റുള്ളവരുടെ പെരുമാറ്റത്തെക്കുറിച്ച് വിശദീകരിക്കാൻ എനിക്ക് കഴിയില്ല. അവരുടെ പെരുമാറ്റത്തെക്കുറിച്ച് അവരോടാണ് ചോദിക്കേണ്ടത്. എനിക്ക് എൻ്റെ കാര്യമേ പറയാൻ കഴിയൂ.
അതോടൊപ്പം കോൺഗ്രസ് നേതാക്കളുടെ പ്രസ്താവനകൾ സംബന്ധിച്ച് ചോദ്യത്തോടെ തരൂർ പ്രതികരിച്ചത് ഇങ്ങനെയാണ്. എന്തായാലും ശശി തരൂർ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് തിരുത്താത്തിടത്തോളം അദ്ദേഹം തിരുവനന്തപുരത്തെ ഒരു പാർട്ടി പരിപാടിയിലും പങ്കെടുക്കില്ല എന്നാണ് കെ മുരളീധരൻ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞത്. അദ്ദേഹം വന്നാലും അദ്ദേഹത്തെ പാർട്ടി പരിപാടിയിൽ ഒന്നും തന്നെ പങ്കെടുപ്പിക്കില്ല എന്നൊരു ധാരണയിലാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ. തരൂർ പറഞ്ഞത് ഭാരതമാണ്, അതെന്റെ രാജ്യമാണ്, എനിക്ക് ഏറ്റവും കൂടുതൽ അതാണ് വലുത്, ഞാൻ രാജ്യത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത്, മറ്റ് രാഷ്ട്രീയം രണ്ടാമതേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞതാണ് കോൺഗ്രസിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. കാരണം അതായത് താൻ പ്രതിനിധീകരിക്കുന്ന കോൺഗ്രസ് ഒരു പാർട്ടി മാത്രമാണെന്നും താൻ പ്രതിനിധീകരിക്കുന്ന കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് തനിക്ക് രണ്ടാം സ്ഥാനമേ ഉള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞതിന് ഒരു അർത്ഥം കൂടിയുണ്ട്. അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം എല്ലാം അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ പ്രിയൻ വായിച്ചിട്ടുണ്ടായിരിക്കും. അതായത് മോദി എന്ന് പറയുന്ന ഒരു കരിസ്മാറ്റിക് ലീഡറാണ്, അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവത്തിനെ പറ്റിയൊക്കെ ശശി തരൂർ വാചാലനാവുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പം അതിന് മറ്റൊരർത്ഥം കൂടെ ഉണ്ട്. അതായത് ഇപ്പുറത്തെ അദ്ദേഹത്തിന്റെ പാളയത്തിൽ അങ്ങനെ ഒരു കരിസ്മാറ്റിക് ലീഡർ ഇല്ല എന്നും, അതായത് ഈ ചർച്ച ഉണ്ടാകുന്നത് മോദി രാജിവെക്കണോ വേണ്ടോ എന്നുള്ള ഒരു ചർച്ച ഇടയ്ക്ക് ഉണ്ടായിരുന്നല്ലോ. RSSലെ ചീഫായിട്ടുള്ള മോഹൻ ഭാഗവതിന്റെ പരാമർശവും മോഹൻ ഭാഗവത് അങ്ങനെയല്ല പറഞ്ഞത്. മോഹൻ ഭാഗവത് പറഞ്ഞത് RSSനകത്തെ കാര്യമാണ്. RSSനകത്ത് ഇതൊന്നും ആരും പറയാതെ തന്നെ 75ാമത്തെ വയസ്സിൽ അത് വിരമിക്കും, അത് എത്ര സ്ഥാനത്തിരിക്കുന്ന ആളായാലും ശരി. പക്ഷെ BJPയിലോ പ്രധാനമന്ത്രിയുടെ കാര്യത്തിലോ ഒരു വാക്ക് പോലും മോഹൻ ഭാഗവത് പറഞ്ഞിട്ടില്ല. ഇത് പറഞ്ഞത് പിങ്കളയുടെ ഒരു ചടങ്ങുണ്ടായിരുന്നു, അനുസ്മരണ ചടങ്ങ്. അതിന്റെ ആ പുസ്തകത്തെ പ്രകാശന ചടങ്ങിൽ പിങ്കള അങ്ങനെയായി പിങ്കളയുടെ കോട്ട് ഉദ്ധരിച്ച് അദ്ദേഹം പറഞ്ഞു. അതിപ്പോ മോഹൻ ഭാഗവത് ഈ സെപ്റ്റംബർ 75 വയസ്സാവും, അദ്ദേഹം രാജിവെക്കും ഇല്ലല്ലോ? അദ്ദേഹം ഉറപ്പായിട്ട് വയ്ക്കും, ഉറപ്പായിട്ടും സംശയമില്ല. പിന്നെ അദ്ദേഹം RSSന്റെ ചീഫായിട്ടുള്ള സ്ഥാനം, മേധാവി സ്ഥാനം, അത് RSSന്റെ കീഴ്വഴക്കമാണ്. അത് ആരും പറയേണ്ട കാര്യമില്ല. അവർ എത്ര മഹാനായ നേതാവായാലും ഒരു സ്ഥാനം. പക്ഷെ മോദി അങ്ങനെയല്ല, മോദിയോട് ഒഴിയാൻ ആരും പറഞ്ഞിട്ടുമില്ല, അത് പറയുകയുമില്ല. ചോദ്യം കൂടെ ഉണ്ട്. അതായത് ഇപ്പൊ നരേന്ദ്രമോദിയുടെ മോദി വേവ് എന്ന് പറയുന്ന ആ പ്രഭാവം ഒട്ടും തന്നെ കുറഞ്ഞിട്ടില്ല, അത് കൂടി വരുന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു പ്രഭാവം നിലനിൽക്കെ മോദി രാജിവെക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പൊ എന്തായാലും ആ ഒരു വിഷയത്തിൽ തരൂർ ആ സമയത്താണ് പ്രതികരിച്ചത്. മോദി ഒരു കരിസ്മാറ്റിക് ലീഡറാണ്, തൽക്കാലം അതിനെ റീപ്ലേസ് ചെയ്യാൻ ആരുമില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞപ്പോൾ അതിന് മറ്റൊരർത്ഥം കൂടെ ഇവിടെ ഉണ്ടാവുന്നുണ്ട്. അതായത് മറ്റു പലർക്കും കയറി കൊള്ളുന്നുണ്ട്. അതായത് തന്റെ പാളയത്തിൽ അങ്ങനെ ഒരു കരിസ്മാറ്റിക് ലീഡർ ഇല്ല. അതായത് രാഹുൽ ഗാന്ധി അശേഷം എന്താ പറയാ ഒരു അശുവാക്കുന്നതാണ് നമ്മൾ കണ്ട ഒരു കാഴ്ച. അതിനുശേഷം ഇദ്ദേഹം മറ്റൊരു കാര്യം കൂടെ അതിൽ ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് തനിക്ക് അത്തരം ഒരു കരിസ്മാറ്റിക് ലീഡർ ആവാനുള്ള പൊട്ടൻഷ്യൽ ഉള്ള ഒരു വ്യക്തിയാണ്, തന്നെ ഈ പാർട്ടിയാണെങ്കിൽ വേണ്ടവിധം ഉപയോഗിക്കുന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും അതിനു മുന്നേ തന്നെ തരൂർ കോൺഗ്രസിനെ പറ്റി പറഞ്ഞ കോൺഗ്രസ് ദേശീയതയിൽ നിന്ന് ഇടതുപക്ഷത്തിലേക്ക് ചലിക്കുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ ഇടതുപക്ഷം കൊണ്ട് എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ഉള്ള ചോദ്യം. ഇടതുപക്ഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിയുടെ ഈ പാകിസ്ഥാൻ അനുകൂല പ്രസ്താവനകൾ തന്നെയാണ്. നമ്മൾ അത്തരം സെന്റിമെന്റ്സ് ഇവിടെയും കണ്ടിരുന്നു. അതായത് സ്വരാജ് എന്ന് പേരിട്ടിരിക്കുകയും എന്നാൽ അയൽരാജിന്റെ സ്വഭാവം കാണിക്കുന്ന ചില ആൾക്കാർ, പാകിസ്ഥാനോട് ചൈനയോട് മാത്രം സ്നേഹമുള്ള അയൽരാജ് എന്ന് അതുകൊണ്ടാണ് അവരെ വിളിക്കേണ്ടത്. അത്തരത്തിൽ അപ്പൊ അത്തരം സെന്റിമെന്റ്സ് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് കണ്ടിരുന്നു. ആരിൽ നിന്ന്? രാഹുൽ ഗാന്ധിയിൽ നിന്നും മറ്റ് കോൺഗ്രസ് KC വേണുഗോപാൽ തുടങ്ങിയ മറ്റ് കോൺഗ്രസ് നേതാക്കളിൽ നിന്നും ഈ പഹൽഗാം ആക്രമണത്തിനെ തന്നെ സംശയാസ്പദമായി കാണുക, അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂറിനെ ചോദ്യം ചെയ്യുക, സൈന്യത്തിനെ ചോദ്യം ചെയ്യുക, സൈന്യത്തിനെ സംശയിക്കുക, ഇത്തരത്തിലുള്ള അതാണ് തരൂർ ഇടതുപക്ഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ എന്തായാലും ഇതെല്ലാം തന്നെ കോൺഗ്രസിനെ ചൊടിപ്പിച്ചു. അങ്ങനെയാണ് കോൺഗ്രസ് ഇത്തരത്തിലുള്ള ഒരു അവഗണനയിലേക്ക് ശശി തരൂരിനെ അവഗണിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. അതെന്തായാലും കൂടാതെ ഒരു തീവ്രവാദി നമ്മുടെ രാജ്യത്ത് വന്ന് പാവങ്ങളെ കൊല്ലുമ്പോൾ, നമ്മുടെ രാജ്യത്തിന്റെ സർക്കാർ അതിനെതിരെ പോരാടുമ്പോൾ, നമ്മൾ ഇന്ത്യ എന്ന നിലയിൽ അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ അവരുടെ കൂടെ നിൽക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അത് മാത്രമേ ശശി തരൂർ ചെയ്തുള്ളൂ. അപ്പോൾ കോൺഗ്രസിന്റെ സ്വഭാവം എന്താണെന്ന് ഇതുകൂടി നമുക്ക് വ്യക്തമാക്കാവുന്നതാണ്. അതിനെതിരെ എന്ത് നടപടി വേണോ വേണ്ടയോ എന്നൊക്കെ ദേശീയ നേതൃത്വം തീരുമാനിക്കുന്നു എന്നൊക്കെയാണ് കെ മുരളീധരനും രാജ്മോഹനും മുരളീധരനും ഒക്കെ പറയുന്നത്. എന്ത് നമ്മുടെ രാജ്യത്ത് മരിച്ച 26 പേരുടെ കൂടെ നിന്നതിന്. അപ്പോൾ തരൂർ ഇപ്പോ തങ്ങളുടെ കൂട്ടത്തിലുള്ളതായി കണക്കാക്കുന്നില്ല എന്ന് മുരളീധരൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അത് എന്തായാലും അത് നല്ല കാര്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇത്തരത്തിലുള്ള രാജ്യദ്രോഹികളുടെ കൂടെ നിൽക്കാത്തതാണ് നല്ലത്. കേരളത്തിലെ നേതാക്കൾക്ക് കൂടുതൽ അമർഷം ഉണ്ടായത് പാർട്ടിയെ 2ാം സ്ഥാനത്തേക്ക് തരൂർ പറഞ്ഞു എന്നതൊക്കെ കൊണ്ടാണ്. കാരണം ഭാരതമാണ് വലുതെന്നൊക്കെ പറഞ്ഞതും കൂടാതെ മോദിയെ സ്തുതിക്കുന്നു എന്നൊക്കെയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. കാരണം നല്ലത് കണ്ടാൽ നല്ലത് പറയുമെന്ന് ആദ്യം തന്നെ ശശി തരൂർ പറഞ്ഞിരുന്നു. അദ്ദേഹം ഫോളോ ചെയ്യുന്ന ഒരു ഹെൽത്തി പൊളിറ്റിക്സ് എന്നൊരു ഇതാണ്. ഇത് ആദ്യമായിട്ടല്ല മോദിയെ സ്തുതിക്കുന്നത്, മോദി
ഭരണത്തിൽ വന്ന് ഒരു വർഷം കഴിഞ്ഞപ്പോൾ 2015 നരേന്ദ്രമോദി ലീവ് എടുക്കാത്ത ഒരു പ്രധാനമന്ത്രി അവിടെ നിന്നാണ് ആ സ്തുതി തുടങ്ങുന്നത്. പിന്നീട് അനേകം സാഹചര്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. കോവിഡ് വാക്സിന്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ട്, വാക്സിൻ വന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത്, അങ്ങനെ ഒട്ടനവധി സാഹചര്യങ്ങളിൽ അത് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കോൺഗ്രസ് എടുത്ത നിലപാട് അത് CAA ഫാമേഴ്സ് ബില്ല്, അതായത് കർഷക ബില്ലും പിന്നെ CAA അമെന്റ്മെന്റ് ആക്ട്, ഈ രണ്ട് സമയത്തും കോൺഗ്രസിനോടൊപ്പമാണ് തരൂർ നിന്നത്. അതിന് വിരുദ്ധമായിട്ടൊരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. അപ്പോൾ തരൂരിന് എന്തായാലും കോൺഗ്രസ് പാർലമെന്റ് പാർട്ടി യോഗത്തിൽ നിന്ന് വിലക്കണമെന്നും അദ്ദേഹം ഇപ്പം ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ ആവശ്യപ്പെടുന്നുണ്ട്. അതേസമയം ഒരു പ്രകോപനങ്ങളിലും വീഴാതെ കേരളത്തിലടക്കം അദ്ദേഹം കൂടുതൽ സജീവമാകാനാണ് തരൂരിനെ അനുകൂലിക്കുന്നവർ തന്നെ വ്യക്തമാക്കുന്നത്. കോൺഗ്രസ് വേദികളിൽ തരൂരിന് ഇനി സ്ഥാനക്കുറവുണ്ടായിരിക്കും, സ്ഥാനം കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ സമുദായിക സംഘടനകളുടെ പിന്തുണ ഉറപ്പിക്കാനാണ് ഇപ്പോൾ തരൂർ ശ്രമിക്കുന്നതെന്നാണ് കേൾക്കുന്നത്. ഇത് ഭാവിയിൽ BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ വേണ്ടിയാണെന്നുള്ള ആക്ഷേപം പോലും സജീവമാകും. പാർട്ടിയിൽ മികച്ച സ്ഥാനം നൽകാനും പരിഗണന നൽകാനും തരൂർ വളരെ കാലമായി ആവശ്യം ഉന്നയിച്ചിരുന്നു. പക്ഷേ തന്നെ വലിയ രീതിയിൽ പാർട്ടി തന്നെ ഒന്നും ആക്കാൻ വേണ്ടി തരൂരിനൊരു വിലയും നൽകിയിട്ടില്ല. അതോടുകൂടി ആണ് എനിക്ക് ഒരു പാർട്ടിയിൽ ഒരു സ്ഥാനം, എനിക്ക് ഈ പാർട്ടിയിൽ ഒരു സ്ഥാനം തന്നതിൽ ഞാൻ എൻ്റെ പാട് നോക്കി പോകും എന്ന് തരൂർ അവസാനം തുറന്നു പറയേണ്ട ഒരു സാഹചര്യം വന്നത്. കാരണം ഇതൊരു രാഷ്ട്രീയമാണ്, ഇന്ത്യൻ പൊളിറ്റിക്സ് ആണ്, എന്തും സംഭവിക്കാം. ഇന്നൊരു പാർട്ടിയിൽ നിൽക്കുന്നവൻ സൂര്യൻ അസ്തമിച്ചാൽ നാളെ മറ്റൊരു പാർട്ടിയിൽ നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അത് ലോകത്തെവിടെയും നടക്കാത്തൊരു പ്രതിഭാസമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന പാർട്ടിയിൽ തന്നെ നിൽക്കുമെന്നൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ലൂസിഫർ സിനിമയിൽ ടൊവിനോ പറയുന്ന ഒരു ഡയലോഗുണ്ട്, ദിസ് ഈസ് ദ വേൾഡ്സ് ഗ്രേറ്റസ്റ്റ് കോമഡി, ഇറ്റ്സ് കോൾഡ് ഇന്ത്യൻ പൊളിറ്റിക്സ്.